തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ വെല്ലുവിളിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ AIADMK നയിക്കുന്ന NDA സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് അമിത് ഷാ പറയുന്നത്. അതിൽ BJPയും പങ്കാളിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്ന ഒരു സഖ്യ സർക്കാരിന് തെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. AIADMKയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മുഖ്യമന്ത്രി AIADMKയിൽ നിന്നായിരിക്കും. ഒരു പ്രാദേശിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമിത് ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. നമുക്ക് 20ലധികം സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ NDA ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയം കൈവരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലും നമ്മൾ അതേ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നും അമിത് ഷാ വ്യക്തമാക്കി. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. സമ്പന്നമായ ഒരു തമിഴ്നാടിനെ കുറിച്ചുള്ള സ്വപ്നത്തെ ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. DMK ഇപ്പോൾ ഡീലിമിറ്റേഷൻ വിഷയം ഉന്നയിക്കുകയാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബോധപൂർവമുള്ള സർക്കാരിന്റെ ശ്രമമാണിത്. അഴിമതി വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നില, പാർട്ടി നേതാവിന്റെ മകനെ പ്രോത്സാഹിപ്പിച്ചത് മൂലമുണ്ടായ ആഭ്യന്തര തർക്കങ്ങൾ എന്നിവ മറച്ചുവെക്കാൻ സ്റ്റാലിൻ സർക്കാർ ആഗ്രഹിക്കുന്നു. ഡീലിമിറ്റേഷൻ പ്രക്രിയ ആരംഭിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരുമായും കൂടിയാലോചനകൾ നടത്തും. തമിഴ്നാടിന്റെ മണ്ണിൽ മോദി സർക്കാർ ഒരു അനീതിയും ചെയ്യുന്നില്ലെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ടെന്നും അമിത് ഷാ വ്യക്തമാക്കി. 70 വർഷത്തിനുള്ളിൽ കൈവരിക്കാൻ കഴിയാത്ത ചരിത്രപരമായ വികസനവും ദരിദ്രരുടെ ക്ഷേമവും വെറും 11 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ സാധ്യമാക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം വികസനവും കൈവരിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃകാ ലോകം പഠിക്കേണ്ട ഒരു ആശയമാണ്. 2014 മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ രാജ്യം നിരവധി പ്രശ്നങ്ങളിൽ പെട്ടിരുന്നു. ബാങ്കിംഗ് മേഖല തകർച്ചയിലായിരുന്നു. ആഭ്യന്തര സുരക്ഷ ഭയാനകമായിരുന്നു. ഭരണം തകർന്നിരുന്നു. രാഷ്ട്രീയ സ്തംഭനം കാരണം ഇന്ത്യ ദുർബലമായ 5 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ഇന്ന് നേരെ വിപരീതമായ സാഹചര്യമാണ് ദൃശ്യമാകുന്നത്. ഇന്ത്യ ഏറ്റവും വലിയ 4 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. ആഗോള വിദഗ്ധർ ഇതിനെ തിളക്കമുള്ള സ്ഥലമായി വാഴ്ത്തുന്നുണ്ട്. ബാങ്കിംഗ് മേഖല ലാഭത്തിൽ കുതിക്കുകയാണ്. NPA ഇരട്ട അക്കത്തിൽ നിന്ന് 2.3% കുറഞ്ഞു. ആഭ്യന്തര സുരക്ഷാ രംഗത്ത് ജമ്മു കാശ്മീർ, വടക്കുകിഴക്കൻ മേഖല, ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയവ നേരത്തെ തിരിച്ചറിഞ്ഞ് ഭീകരാക്രമണ കേന്ദ്രങ്ങളിൽ ഇന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ അക്രമ നിരക്കാണുള്ളത്. ദരിദ്രരെ സേവിക്കുന്നതിനായി മോദി സർക്കാർ ഭരണം പുനഃക്രമീകരിച്ചു. സുതാര്യമായ ഭരണത്തിന്റെ ഫലമായി ഇന്ന് 26 കോടി ആളുകളെ BPL വിഭാഗത്തിൽ നിന്ന് പുറത്താക്കി. 80 കോടിയിലധികം പേർക്ക് ഭവനം, വെള്ളം, വൈദ്യുതി, ടോയ്ലറ്റുകൾ, സൗജന്യ LPG കണക്ഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചു. 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, 5 കിലോ സൗജന്യ റേഷൻ, സൗജന്യ LPG കണക്ഷനുകൾ എന്നിവ ലഭ്യമാണെന്നും അമിത് ഷാ വ്യക്തമാക്കി. അതേസമയം അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഒരു അധ്യായമായി മാത്രമല്ല, ഭാവി തലമുറകൾക്കുള്ള മുന്നറിയിപ്പായും രാഷ്ട്രം ഓർക്കണമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി അധികാരം കൈപ്പിടിയിലൊതുക്കാൻ ജനാധിപത്യ സ്ഥാപനങ്ങളെ നിശബ്ദമാക്കുകയും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അടിച്ചമർത്തുകയും ചെയ്തു. ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ 3 വർഷമെടുത്ത് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഭരണഘടന രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന ഒറ്റവാചകം കൊണ്ട് ഇന്ദിരാഗാന്ധി അർദ്ധശൂന്യമാക്കി. അടിയന്തരാവസ്ഥ കാലത്തെ മറക്കുന്നത് ഒരു തെറ്റാണ്. യുവതലമുറ അതേക്കുറിച്ച് അറിയേണ്ടതുണ്ട്. സാധാരണയായി മോശം സംഭവങ്ങൾ മറക്കണം. എന്നാൽ ദേശീയ ജീവിതത്തിന്റെ കാര്യത്തിൽ അത്തരം സംഭവങ്ങൾ എന്നേക്കുമായി ഓർമ്മിക്കപ്പെടണം. അങ്ങനെ അവ ഒരിക്കലും ആവർത്തിക്കപ്പെടരുതെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.